أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل قالوا مثل ما قال الأولون قالوا أئذا متنا وكنا ترابا وعظاما أئنا لمبعوثون لقد وعدنا نحن وآباؤنا هذا من قبل إن هذا إلا أساطير الأولين. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1125 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ മുഅ്മിനൂനിലെ 81 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بل قالوا مثل ما قال الأولون قالوا إذا متنا وكنا ترابا وعظاما إنا لمبعوثون لقد وعدنا نحن وآباؤنا هذا من قبل إن هذا إلا أساطير الأولين. صدق الله العلي العظيم. സൂറത്തുൽ മുഅ്മിനൂനിലെ 81 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ് നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ പ്രവാചകൻ മനുഷ്യ സമൂഹത്തിന്റെ മുന്നിലായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന ഏറ്റവും യുക്തി അധിഷ്ഠിതവും ബുദ്ധിപൂർവകവുമായ ആശയങ്ങൾ, ആ ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ജീവിത ദർശനം അവയെ വേണ്ട വിധത്തിൽ പരിഗണന കൊടുത്തുകൊണ്ട് ഉൾക്കൊള്ളാൻ ശ്രമിക്കാതെ വളരെ നിസ്സാരമായി കണ്ട് അവയെ തള്ളിക്കളയുകയും തങ്ങൾ ശീലിച്ചു വന്ന പരമ്പരാഗതമായി തങ്ങൾ കൊണ്ടു നടക്കുന്ന ജീവിതശീലങ്ങളും ആചാരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന മക്കയിലെ സത്യനിഷേധത്തിന്റെ പാത പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ പിന്നിട്ട ആയത്തുകളിൽ കാണുകയുണ്ടായത്. സത്യവിശ്വാസികളുടെ സവിശേഷതകൾ എന്ന് പറഞ്ഞതിന് ശേഷം പ്രവാചകന്മാരുടെ ഒരു നിര തന്നെ പരാമർശിക്കപ്പെട്ടതിന് ശേഷം സത്യനിഷേധികളുടെ ശ്രദ്ധേയമായ ചില സവിശേഷതകൾ അള്ളാഹു നമ്മൾ പിന്നിട്ട ഭാഗത്ത്, ഈ സൂറത്തിന്റെ പിന്നിട്ട ആയത്തുകളിൽ നമുക്ക് വിവരിച്ചു തരികയുണ്ടായി. അതിനെ തുടർന്നാണ് ഈ ആളുകളുടെ ധിക്കാര മനസ്ഥിതിയും സത്യനിഷേധ നിലപാടും ബുദ്ധിശൂന്യമായ പ്രവർത്തനങ്ങളുമൊക്കെ കാരണമായി അള്ളാഹു അവർക്കെതിരെ നടപടി സ്വീകരിക്കുന്ന കാര്യങ്ങൾ സൂചിപ്പിക്കപ്പെടുകയുണ്ടായത്. അള്ളാഹു അവർക്ക് വിനയമുണ്ടാക്കുന്നതിനും എളിമ തോന്നിപ്പിക്കുന്നതിനൊക്കെ ഉപകരിക്കുന്ന വിധത്തിലുള്ള ചില നടപടികളും ചില ഓർമ്മപ്പെടുത്തലും ശിക്ഷയുമൊക്കെ നൽകിയത് കൊണ്ട് പോലും വരൾച്ചയും ക്ഷാമവും ഒക്കെ പോലെയുള്ള അനുഭവങ്ങൾ നൽകിയതിന് ശേഷം പോലും അവരിൽ പറയത്തക്ക നിലപാട് മാറ്റമൊന്നും ഉണ്ടാവാതിരിക്കുകയാണ്.
എന്നാൽ വലിയ കടുത്ത ശിക്ഷയുടെ കവാടം അവരുടെ മുന്നിൽ തുറക്കപ്പെടുന്നതോടെ അവരൊക്കെയും തന്നെ പരമ നിരാശരായിക്കൊണ്ട്, അങ്ങേയറ്റത്തെ നിരാശ ബാധിച്ച ആളുകളായിക്കൊണ്ട്, വളരെ ഡെസ്പറേറ്റ് ആയ രീതിയിൽ അവര് ആർത്തു കരയുന്നവരായി മാറും എന്നതും ഇവിടെ സൂചിപ്പിക്കപ്പെട്ടു. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തുടർന്ന് അള്ളാഹു പറഞ്ഞ കാര്യം, അള്ളാഹുവാണ് മനുഷ്യന് കേൾവിയും കാഴ്ചയും അതുപോലെ മനസ്സുകളും നൽകിയിട്ടുള്ളത്. കേൾവിയും കാഴ്ചയും മനസ്സുകളും നൽകപ്പെട്ടിട്ടുള്ളത് കേവലം മൃഗങ്ങളെ പോലെ ജഡികമായ ജീവിതം നയിച്ച് കാലം തീർക്കാൻ വേണ്ടിയല്ല. മനുഷ്യന് വ്യതിരിക്തമായി നൽകപ്പെട്ടിരിക്കുന്ന ഈ സവിശേഷമായ ഗുണങ്ങൾ, ഈ കഴിവുകൾ, കേൾവിയും കാഴ്ചയും അവയെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തനക്ഷമമാവുന്ന അവന്റെ ധിഷണയും അവന്റെ മസ്തിഷ്കം അല്ലെങ്കിൽ അവന്റെ മനസ്സ്, അവന്റെ ആലോചനാശേഷി, ഇതൊക്കെയും തന്നെ മനുഷ്യന് സ്വന്തം സ്വത്വപരമായ ഒരു തിരിച്ചറിവുണ്ടാകുന്നതിന് വേണ്ടി പ്രയോജനപ്പെടുത്തുന്ന ആവശ്യത്തിനാണ് പ്രാഥമികമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് എന്നാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. ഭൂമിയില് നിങ്ങളെ ഒരു വംശം എന്ന നിലക്ക് വ്യാപിപ്പിച്ചിട്ടുള്ളത് അള്ളാഹുവാണ്. അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും. അവന്റെ നിയന്ത്രണത്തിലും അവന്റെ ആജ്ഞപ്രകാരവും ഒക്കെ സംഭവിക്കുന്നതാണ് രാപ്പകലുകളുടെ ഈ മാറി മാറി വരുന്ന ഈ കറക്കം. ഇതൊന്നും നിങ്ങളെ ചിന്തിപ്പിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ഇവിടെ ഉന്നയിക്കുന്ന ചോദ്യം. ജീവിക്കുന്നു എന്നതും മരിക്കുന്നു എന്നതും അതിനുശേഷം എന്തുണ്ടാവുന്നു എന്നതിനെ കുറിച്ച് ബോധമില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിരർത്ഥകമായ ഒരു ആവർത്തനമായിട്ടാണ് അനുഭവപ്പെടുക. എന്തിനു വേണ്ടി പിറവിയെടുത്തു, എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് ഭൂമിയിൽ അങ്ങനെ ഓടിക്കറങ്ങി നടന്ന് അങ്ങ് ചത്തൊടുങ്ങാനാണ് എങ്കിൽ, അതിനുശേഷം യാതൊന്നും വരാനുമില്ലെങ്കിൽ മനുഷ്യജീവിതം എന്നത് ഏറ്റവും അർത്ഥരഹിതമായ ഒരു കാര്യമായിട്ട് പരിണമിക്കും. ഈ കാര്യത്തെക്കുറിച്ച് ബോധമില്ലാത്തവരെല്ലാം മനുഷ്യരും. പക്ഷെ അവരാലോചിക്കുന്നില്ല. അവനാണ്, അള്ളാഹുവാണ്, അള്ളാഹുവിന്റെ ഏകത്വമാണ് ഈ പ്രപഞ്ചത്തിന്റെ തന്നെ അടിത്തറ. തൗഹീദാണ് ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ തന്നെ മൂലക്കല്ലായിട്ട് വർത്തിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ച സംവിധാനത്തിന്റെ അതിസങ്കീർണമായ അസംഖ്യം പ്രതിഭാസങ്ങളെ കൂട്ടിപ്പിടിച്ച് ഒരുമിപ്പിച്ച് അവയെ പ്രവർത്തനക്ഷമമാക്കുന്നത് ഏകനായ ഒരു നിയന്ത്രകൻ അതിനുണ്ട് എന്ന ഒരു സത്യം നിലനിൽക്കുന്നത് കൊണ്ടാണ്. ഈ പ്രപഞ്ച സംവിധാനത്തിൽ പലർക്കും അവകാശമുണ്ടായിരുന്നെങ്കിൽ, പലരും സൃഷ്ടിച്ചതാണ് ഇതിലെ പല കോമ്പണൻസും എങ്കിൽ, ഒരിക്കലും തന്നെ ഈ സമഗ്രതയോടും ഈ യോജിപ്പോടും കൂടി ഈ സംവിധാനം പ്രവർത്തനക്ഷമമാകുമായിരുന്നില്ല. ഓരോന്നിനെ സൃഷ്ടിച്ചവനും അതിന്റെ മേലുള്ള നിയന്ത്രണം തൻ്റെതാണ് എന്ന നിലക്ക് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രപഞ്ച സംവിധാനം തന്നെ തകർന്ന് തരിപ്പണമായി പോകും. ഇവിടെ ഭൂമിയിലെ അസംഖ്യം പ്രതിഭാസങ്ങളും ആകാശത്തിലെ എന്ന് വെച്ചാൽ പ്രപഞ്ചത്തിലെ എണ്ണമറ്റ പ്രതിഭാസങ്ങളും ഒക്കെ വളരെ സ്വരച്ചേർച്ചയോടുകൂടി പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ പ്രപഞ്ച സംവിധാനം ഇങ്ങനെ നിലനിൽക്കുന്നത്. അത് നൽകുന്ന ഏറ്റവും ശക്തമായ ഒരു സൂചന
ഈ പ്രപഞ്ചത്തിന് കേന്ദ്രീകൃതമായ ഒരു നിയന്ത്രകൻ, ഒരു പ്രത്യേക കേന്ദ്രം ഇതിന്റെ കാര്യങ്ങളെ നിയന്ത്രിക്കുവാനുണ്ട് എന്നതാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ ചുരുക്കം. ഈ ഏക കേന്ദ്രീകൃതമായ ഒരു സംവിധാനം പ്രപഞ്ചത്തിന് ഉണ്ടായിരുന്നില്ലെങ്കിൽ, ഒരേ ഒരു റബ്ബ് എന്ന ഒരു സംവിധാനത്തിന്റെ ഫലമായിട്ടാണ് ഈ പ്രപഞ്ചം ഉണ്ടായത് എന്ന ഒരവസ്ഥ അല്ല ഉണ്ടായിരുന്നതെങ്കിൽ ഒരിക്കലും തന്നെ ആകാശങ്ങളും ഭൂമിയും അതുപോലെ രാവും പകലും മാറി വരുന്നതും ജീവന്റെ തുടക്കവും അല്ലെങ്കിൽ ജീവിതം എന്നൊരു പ്രതിഭാസം തുടങ്ങുന്നതും മരണം എന്ന പ്രതിഭാസം സംഭവിക്കുന്നതും ഒന്നും തന്നെ അർത്ഥപൂർണമാകുമായിരുന്നില്ല. വൈരുദ്ധ്യങ്ങളുടെയും സംഘർഷങ്ങളുടെയും ഒരു കാഴ്ച മാത്രമായിരിക്കും നമുക്ക് ലഭിക്കുക. അത് തന്നെ കാണാൻ നമുക്ക് സാധിച്ചോളണമെന്നുമില്ല. കാരണം നമ്മൾ എന്നൊരു അസ്തിത്വം പ്രവർത്തനക്ഷമമാകണമെങ്കിൽ തന്നെ ഒരു ഏകത്വമുള്ള ശക്തി കേന്ദ്രം നിർബന്ധമാണ്. എല്ലാറ്റിനെയും ഒരു കേന്ദ്രത്തിൽ നിന്ന് ഒരു ശക്തിയാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരവസ്ഥ ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കാൻ പോലും സാധിക്കുന്നത്. ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ അള്ളാഹു നൽകിയിട്ടുള്ള ദൈക്ഷണികമായ കഴിവുകളെ ഒട്ടും പ്രയോജനപ്പെടുത്താത്ത ജഡികത മാത്രം പ്രകടിപ്പിക്കുന്ന ഒരു ജീവിതമാണ് മിക്ക മനുഷ്യരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. അപ്പൊ അള്ളാഹുവിന്റെ ഏകത്വം ഈ പ്രപഞ്ച സംവിധാനത്തിന് ഏറ്റവും അനിവാര്യമായ ഒരു കാര്യമാണ് എന്നത് അവരോട് പറയുമ്പോ അള്ളാഹുവിന്റെ ഏകത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ജീവിത ദർശനം അവരുടെ മുന്നിൽ വിശദമാക്കപ്പെടുമ്പോ അവര് നടത്തുന്ന ഒരു പ്രതികരണമാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയത്തുകളിൽ അള്ളാഹു വെളിപ്പെടുത്തുന്നത്. ബൽ ഖാലു, അവര് പറയുകയുണ്ടായത് ഇങ്ങനെയാണ്, മിസ്ലമാ ഖാലൽ അവ്വലൂൻ, അവരുടെ പൂർവികർ ഏത് വിധത്തിലാണോ പറയുകയുണ്ടായത്, പ്രതികരിക്കുകയുണ്ടായത്, അതേ വിധത്തിൽ തന്നെയാണ് ഇവരുടെയും സംസാരം. ആലോചനയില്ലാത്ത, ദൈക്ഷണികത പ്രകടമാക്കാത്ത, ചിന്ത പ്രയോജനപ്പെടുത്താത്ത ഒരു പ്രതികരണം. അവർ പറഞ്ഞ കാര്യം ഇതാണ്, ബൽ ഖാലു മിസ്ലമാ ഖാലൽ അവ്വലൂൻ, അവര് സംസാരിച്ചത്, അവര് പ്രതികരിച്ചത് ഏത് വിധത്തിലാണോ അവരുടെ പൂർവികരായ പഴമക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പഴയ തലമുറയിലെ അവരുടെ പൂർവികരായ ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഏത് വിധമാണോ അതേ വിധം ബുദ്ധിശൂന്യമായ ഒരു പ്രതികരണമാണ് ഇവരും നടത്തുകയുണ്ടായത്. പറഞ്ഞത് ഇങ്ങനെയാണ്, ഖാലു, അവരിപ്പോ പറയുന്നത് ഇതാണ്, ഈ പറയുന്ന സംഗതിക്ക് ഒരു പുതുമയില്ല. പിന്നിട്ട കാലങ്ങളില് പ്രവാചകന്മാർ അവരുടെ ദൗത്യം നിർവഹിച്ചപ്പോ ആ കാലഘട്ടങ്ങളിലെ ആളുകൾ എന്ന് വെച്ചാൽ ഇപ്പോ അത് ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുടെ പൂർവികർ പറഞ്ഞ അതേ സംഗതി തന്നെയാണ് ഇപ്പോ ഇവരും പറയുന്നത്. ഖാലു, അവര് പറയുന്ന ഇതാണ്, ഐദാ മിത്ന വകുന്ന തുറാബൻ വഇളാമ അഇന്നാ ലമബ്ഊസൂൻ. ഇതാണ് അവരുടെ അവിശ്വാസം നിറഞ്ഞ പ്രതികരണം. ഐദാ മിത്ന വകുന്ന തുറാബ, ഞങ്ങൾ മരിച്ചുപോയി, അങ്ങനെ മണ്ണായി, വഇളാമ, എല്ലും മണ്ണുമായി മാറിയതിനു ശേഷം അഇന്നാ ലമബ്ഊസൂൻ, ഞങ്ങള് പുനർജീവിപ്പിക്കപ്പെടുവാൻ പോകുന്നുവെന്നും. ഇതാണ് അവരുടെ ചോദ്യം. അവർക്ക് ഒരു നിലക്കും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. അവര് മരിച്ച് ശരീരം ദ്രവിച്ചു പോയി, മണ്ണിലലിഞ്ഞ് മണ്ണിന്റെ ഭാഗമായി, എല്ലുകൾ നുരുമ്പി മണ്ണിനോടൊപ്പം കൂടിക്കുഴഞ്ഞു കിടക്കുന്ന ഒരവസ്ഥയായി മാറിയതിനു ശേഷം അവര് പുനർജീവിപ്പിക്കപ്പെടും എന്ന ഒരു കാര്യം അങ്ങനെ ഉണ്ടാകുമെന്നാണോ പറയുന്നത് എന്നതാണ് പ്രവാചകന്മാരുടെ മാർഗദർശനത്തോട് പ്രതികരിച്ചുകൊണ്ട് അവർ പറയുകയുണ്ടായത്.
എല്ലാ പ്രവാചകന്മാരും പഠിപ്പിച്ച ജീവിത ദർശനത്തിന്റെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഒന്ന് പുനരുജ്ജീവിപ്പിക്കപ്പെടും എന്നതാണ്. അള്ളാഹുവിന്റെ മുന്നിൽ എല്ലാവരും തന്നെ ഹാജരാക്കപ്പെടും മരണശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെട്ടുകൊണ്ട് എന്നതാണ്. എന്ന് വെച്ചാൽ ആഖിറത്തിലുള്ള വിശ്വാസമാണ് അവര് മുന്നോട്ട് വെച്ച ജീവിത ദർശനത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം. ഇക്കാര്യം ഉൾക്കൊള്ളുന്നവർക്കേ അള്ളാഹുവിലുള്ള വിശ്വാസത്തെ ഗൗരവത്തോടു കൂടി എടുക്കാൻ കഴിയുള്ളൂ. നന്മ തിന്മകളെ കുറിച്ചുള്ള ഒരു ബോധം സ്വീകാര്യമാവുകയുള്ളൂ. ജീവിതത്തിൽ അനിവാര്യമായ മാർഗദർശനം ഉൾക്കൊള്ളാൻ സാധിക്കുകയുള്ളൂ. മരണശേഷം ഒരു കണക്കെടുപ്പിന് വേണ്ടി, രക്ഷാ ശിക്ഷകൾ നിർണയിക്കുന്നതിന് വേണ്ടി, അതുപോലെ പ്രതിഫലം നൽകപ്പെടുന്നതിന് വേണ്ടി അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാക്കപ്പെടാനിരിക്കുന്നു എന്ന ഒരു കാര്യം സ്വീകാര്യമല്ലാത്ത ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവരില് ദൈവവിശ്വാസം എന്ന് പറയുന്നത് വെറും ഒരു അലങ്കാരം മാത്രമാണ്. അതിന് പ്രത്യേകിച്ച് ഗുണപരമായ യാതൊരു ഫലവുമില്ല. കാരണം പിന്നീട് അവരത് കണ്ണ് ചിമ്മുന്നതോടുകൂടി, മരണം സംഭവിക്കുന്നതോടുകൂടി എല്ലാം തീർന്നു എന്ന ഒരു വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഭൂമുഖത്ത് അവർക്ക് അവരുടെ ജീവിത കാലഘട്ടത്തിൽ തോന്നിയ പോലെ ജീവിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഏതു വിധേനയും തങ്ങളുടെ ജഡികമായ ആഗ്രഹാഭിലാഷങ്ങള് സഫലമാക്കുക എന്നതല്ലാത്ത മറ്റൊരു ലക്ഷ്യവും അവർക്ക് മുന്നിൽ കാണാൻ സാധ്യമല്ല. ഇതാണ് വസ്തുത. അപ്പൊ ഈ കാര്യങ്ങള് അവരെ ഉണർത്തുമ്പോൾ അവരുടെ പ്രതികരണം ഇവരുടെ പൂർവികർ എന്തൊക്കെയാണോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതിൽ നിന്നൊട്ടും വ്യത്യസ്തമായിരുന്നില്ല. അവരുടെ സംസാരം ഇങ്ങനെയാണ്: ഐദാ മിത്നാ വകുന്നാ തുറാബൻ വഇളാമൻ അഇന്നാ ലമബ്ഊസൂൻ. ഞങ്ങൾ മരിക്കുകയും അങ്ങനെ ഞങ്ങള് മണ്ണും എല്ലുമായി മാറുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും പുനർജീവിപ്പിക്കപ്പെടുമെന്നാണോ പറയുന്നത് എന്നാണ്. എന്നിട്ട് അവിടെ അവസാനിപ്പിക്കുന്നില്ല. ഒരു പടി കൂടി അവര് മുന്നോട്ട് പോയിക്കൊണ്ട് പറയുന്നത് ലഖദ് ഉഈദ്നാ നഹ്നു വആബാഉനാ ഹാദാ മിൻ ഖബ്ൽ. ഇതുപോലെയുള്ളത് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ പൂർവികർക്കും വാഗ്ദാനങ്ങളായിട്ട് നേരത്തെ നൽകപ്പെട്ടിട്ടുണ്ട്. ഇപ്പോ ഈ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തില് പറയത്തക്ക പുതുമയൊന്നുമില്ല. ഇത് ഞങ്ങൾ ഒരുപാട് കേട്ടതാണ്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങളുടെ പൂർവികരും കേട്ടതാണ്. ഞങ്ങൾക്കും ഞങ്ങളുടെ പൂർവികർക്കും നൽകപ്പെട്ടിരുന്ന വാഗ്ദാനം ഇതൊക്കെ തന്നെയാണ്. എവിടെ എന്നിട്ട് അതൊക്കെ, എവിടെ അതൊക്കെ സംഭവിച്ചു, എവിടെയാണ് അതൊക്കെ ഉള്ളത് എന്ന വിധത്തില് അവയെ കാറ്റിൽ പറത്തുന്ന അവിശ്വാസമാണ് അവര് പ്രകടിപ്പിച്ചുകൊണ്ടിരുന്നത്. ലഖദ് ഉഈദ്നാ നഹ്നു വആബാഉനാ. ഞങ്ങൾ നേരത്തെ, മിൻ ഖബ്ൽ, ഞങ്ങൾ നേരത്തെ തന്നെ, ലഖദ് ഉഈദ്നാ നഹ്നു വആബാഉനാ ഹാദാ, ഈ കാര്യം നേരത്തെ തന്നെ ഞങ്ങൾക്ക് വാഗ്ദാനമായി നൽകപ്പെട്ടിട്ടുണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ പൂർവികരായ പ്രപിതാക്കന്മാർക്കും ഇതുപോലെയുള്ള വാഗ്ദാനങ്ങൾ പുനർജീവിപ്പിക്കപ്പെടും എന്ന ഓർമ്മപ്പെടുത്തലും അതിന്റെ അടിസ്ഥാനത്തിലുള്ള രക്ഷാ ശിക്ഷകളുടെ തീരുമാനങ്ങളും ഒക്കെ, വിചാരണ പോലെയുള്ള കാര്യങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ, ഇതൊക്കെ ഞങ്ങളുടെ പൂർവികരും ഞങ്ങളൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഇൻ ഹാദാ ഇല്ലാ അസാത്തിറുൽ അവ്വലീൻ. ഇതൊക്കെ പഴയ പൂർവികന്മാരുടെ പഴയ കാലത്ത് കുറെ കെട്ടുകഥകളല്ലാതെ വേറൊന്നുമല്ല. അടിസ്ഥാനരഹിതമായ കുറെ യക്ഷിക്കഥകൾ മാത്രമാണ് ഇതൊക്കെ എന്നാണ് അവരതിനോട് പ്രതികരിക്കുന്നത്. ഇതിൽ പുതുമയില്ല, സത്യവുമില്ല. ഇതാണ് അവരുടെ പ്രതികരണം. നേരത്തെ പിന്നിട്ട് ഒരുപാട് തലമുറകള് ഈ കാര്യം അവരോട് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളോടാണിത് പറയപ്പെടുന്നത്. ഇതിന് വല്ല കഴമ്പും ഉണ്ടാവും. ഇത് വെറും അസാത്തിറുൽ അവ്വലീൻ മാത്രമാണ്. അവ്വലീൻ എന്ന് പറഞ്ഞാൽ അവ്വലൂൻ എന്നതിന്റെ വേറെ രൂപമാണ്. എന്ന് വെച്ചാൽ
ആദ്യ ആദി ആദ്യ ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ പൂർവികർ, അവൽ എന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന്, ഒന്നാമത്തത് എന്നൊക്കെയാണല്ലോ അർത്ഥം. അപ്പോ ആ ആദിമ സമൂഹങ്ങൾ അവർക്ക് നൽകപ്പെട്ടിരുന്ന അതേ വാഗ്ദാനവും താക്കീതും ഒക്കെ തന്നെയാണിത്. അവര് പറഞ്ഞുകൊണ്ടിരുന്ന കെട്ടുകഥകൾ തന്നെയാണ് ഇപ്പോ നമ്മളോടും ഈ പ്രവാചകൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാണ് അവര് പറയുകയുണ്ടായത്. പക്ഷെ ഇങ്ങനെ പറയുന്നത് എന്തെങ്കിലും യുക്തിഭദ്രമായ ഒരു നിരീക്ഷണമായിട്ടാണോ? ഒന്ന് ആലോചിച്ച് നോക്കുക. അടിസ്ഥാനപരമായിട്ട് ഇവർ നിഷേധിക്കുന്നത് പാരത്രിക ജീവിതത്തെയാണ്. മരണത്തിന് ശേഷം പുനരുജ്ജീവിപ്പിക്കപ്പെടുമെന്നും ഓരോരുത്തരുടെയും കർമ്മങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള ഒരു വിചാരണ നേരിടേണ്ടി വരുമെന്നും അതിന്റെ തുടർച്ചയായിട്ട് രക്ഷാ ശിക്ഷകളുടെ സ്വർഗനരകങ്ങൾ വരാനിരിക്കുന്നു എന്നതൊക്കെ അവര് വളരെ നിസ്സാരമായിട്ട്, വളരെ അവിശ്വസനീയമായ ഒരു കാര്യമായിട്ട് തള്ളിക്കളയാണ്. പക്ഷെ അത് തള്ളിക്കളയുമ്പോൾ പോലും വളരെ അടിസ്ഥാനപരമായ യുക്തിബോധം അവര് വലിച്ചെറിയുന്നു എന്നതാണ് ഏറ്റവും അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശയങ്ങളെ ഏറ്റവും അടിസ്ഥാനരഹിതമാക്കി മാറ്റുന്ന കാര്യം. ഈ ഇങ്ങനെ ഒരു പുനരുജ്ജീവിപ്പിക്കപ്പെടലും പാരത്രിക ലോകത്തെ ജീവിതവും ഉണ്ടായിരുന്നില്ലെങ്കിൽ നമ്മുടെ ഈ ഭൗതിക ലോകത്തെ ജീവിതം വളരെ അർത്ഥരഹിതമായ ഒരു എക്സസൈസ് ആയിട്ട് മാറുമായിരുന്നു. അപ്പോ ആഖിറത്തിനെ നിഷേധിക്കുന്നവർ അള്ളാഹുവിന്റെ ഏകത്വത്തെ മാത്രമല്ല, അവര് യുക്തിബോധത്തെ തന്നെ തള്ളിക്കളയുന്നവരായിട്ടാണ് മാറുന്നത്. മനുഷ്യൻ ഭൂമുഖത്ത് വളരെ വലിയ സംവിധാനങ്ങളൊക്കെ പടുത്തുയർത്തിക്കൊണ്ട് ജീവിക്കുന്നുണ്ട്. വളരെ നശ്വരമായ, വളരെ കുറഞ്ഞൊരു കാലം. അതിന്റെ അവധി എത്തുന്നത് എപ്പോഴാണ് എന്ന് പോലും ഒരാൾക്കും അറിയില്ല. അങ്ങനെ ഒരു കാലത്തിനു വേണ്ടി മാത്രമാണോ മനുഷ്യന്റെ ഈ കഴിവുകളും സാധ്യതകളും ഒക്കെ അവന് നൽകപ്പെട്ടിട്ടുള്ളത്? എങ്കിൽ ഈ ഭൂമുഖത്ത് ജീവിക്കുന്ന മൃഗങ്ങളും പക്ഷികളും അതുപോലെയുള്ള ജീവജാലങ്ങളും ഒക്കെ ആയിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ എന്ത് വ്യത്യസ്തതയാണ് മനുഷ്യനുള്ളത്? ഈ ജഡികമായ ജീവിതത്തിനപ്പുറത്തേക്ക് യാതൊന്നുമില്ല എങ്കിൽ എന്തിനാണ് അവന്റെ ഈ ദൈക്ഷണികമായ സാധ്യതകളൊക്കെ അവന് നൽകപ്പെട്ടിരിക്കുന്നത്? അവന്റെ കേൾവിയും കാഴ്ചയും ഓർമ്മശക്തിയും മനസ്സിന്റെ പ്രവർത്തനവും ഒക്കെ തന്നെ. മനുഷ്യന് ജനറ്റിക് ആയിട്ട് തന്നെ പ്രവർത്തനക്ഷമമാകുന്ന അവന്റെ സ്മൃതി, അവന്റെ ജീവിതകാലത്ത് അവൻ കൊണ്ടു നടക്കുന്ന അവന്റെ ഓർമ്മകൾ, ഇതൊക്കെ തന്നെ വളരെ യുണീക്കായ ഒരു സംഗതിയാണ്. ജീവജാലങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിയർ ആൻഡ് നൗ എന്ന രീതിയിലുള്ള ഒരു ഓർമ്മയാണുള്ളത് എന്നാണ് ശാസ്ത്ര നിരീക്ഷണങ്ങൾ വെളിപ്പെടുത്തുന്നത്. ഒരു വർഷം മുമ്പ് അല്ലെങ്കിൽ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായ ഒരു സംഗതി ഓർത്തുകൊണ്ട് പ്രതികരിക്കുക എന്നത് വളരെ അപൂർവമായിട്ട് മാത്രമേ ജീവജാലങ്ങളിൽ കാണപ്പെടുന്നുള്ളൂ. ഇന്നലത്തെ കാര്യം പോലും നമുക്ക് ഇന്ന് നമ്മളൊരു അപകടം നേരിടുന്ന ഒരു അവസ്ഥയുണ്ടെങ്കിൽ നമ്മുടെ വളർത്തുനായ ഒരു പക്ഷേ നമ്മുടെ അടുക്കലേക്ക് വന്ന് കുരച്ച് കാണിച്ച് അതിനെക്കുറിച്ച് നമ്മളെ അലേർട്ട് ആക്കിന്ന് വരും. പക്ഷെ ഇന്നലെ ഒരു അപകടം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നാളെ ഒരു അപകടം ഉണ്ടാവാനിരിക്കുന്നു എന്നത് ഒരിക്കലും തന്നെ അങ്ങനെ മൃഗങ്ങൾ നമ്മളെ വാൺ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് എന്തെങ്കിലും പറയുന്നത് നമ്മൾ കാണുന്നില്ല. ഇന്നലെ ഞാൻ വല്ലാതെ വിശന്ന് പൊരിഞ്ഞു കഷ്ടപ്പെട്ടിരുന്നു എന്ന് ഏതെങ്കിലും വിധത്തില് ഒരു മൃഗവും നമ്മളോട് കൺവേ ചെയ്യാറില്ല. വിശപ്പുള്ളപ്പോ പറയും. മനുഷ്യൻ അങ്ങനെയല്ല. ഞാൻ വർഷങ്ങൾ പട്ടിണി കിടക്കുകയായിരുന്നു, ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എത്തിയപ്പോഴാണ് എനിക്ക് വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ ഒരു അവസരം ഉണ്ടായത് എന്ന് പറയാൻ മനുഷ്യന് സാധിക്കും. പക്ഷെ മൃഗങ്ങളുടെ കാര്യം അതല്ല. മൃഗങ്ങളുടെ മെമ്മറി വളരെ ലിമിറ്റഡ് ആണ്. അതിന് പലപ്പോഴും അതിനെക്കുറിച്ച് സൂചിപ്പിക്കാറുള്ളത് ഹിയർ ആൻഡ് നൗ, ഇവിടെ ഇപ്പോൾ
എന്ന വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ഓർമ്മയാണ്, ഒരു മെമ്മറിയാണ് മൃഗങ്ങളുടേതും ജീവജാലങ്ങളുടേതും ഒക്കെ എന്നാണ് പറയപ്പെടുന്നത്. അള്ളാഹു ആലം. എന്നാലും മനുഷ്യന് പഠന വിധേയമാക്കാൻ പറ്റിയിടത്തോളം മനസ്സിലാക്കാൻ കഴിയുന്നത് വളരെ പരിമിതമായതാണ് മൃഗങ്ങളുടെയും ജീവജാലങ്ങളുടെയും ഒക്കെ മസ്തിഷ്കങ്ങളുടെ പ്രവർത്തനം. മനുഷ്യൻ്റെത് അങ്ങനെയല്ല. ഒരു ആയുഷ്കാലം തുടക്കം മുതൽ അവസാനം വരെ ഓർത്തെടുത്ത് അത് രേഖപ്പെടുത്തുന്ന ആളുകളുണ്ട്. തലമുറകളോളം അനുഭവങ്ങള് ചോദിച്ചറിഞ്ഞും മനസ്സിലാക്കിയും അതിനെ ഡോക്യുമെന്റ് ചെയ്യുന്ന ആളുകളുണ്ട്. മനുഷ്യന്റെ മാത്രം സിദ്ധിയാണ് ഇതൊക്കെ. ഈ വൈഭവങ്ങളും കഴിവുകളും ഒക്കെ നൽകപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ അതിന് ഈ ജഡികമായ ജീവിതത്തിന് അപ്പുറത്തേക്ക് ഒരു സാധ്യതയുമില്ല എന്ന് മനുഷ്യൻ കരുതുന്നുവെങ്കിൽ അത് അവന്റെ യുക്തിബോധത്തെ തന്നെ വലിച്ചെറിയലാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്. പാരത്രിക ലോകത്ത് അതിനെക്കുറിച്ച് വിശ്വാസമില്ലാത്ത, പുനർജീവിപ്പിക്കപ്പെടും എന്നതിനെ കുറിച്ച് അതിൽ വിശ്വാസം ഉൾക്കൊള്ളാത്ത ആളുകളുടെ കാര്യത്തില് അവര് അള്ളാഹുവിനെയും പാരത്രിക ജീവിതത്തെയും മാത്രമല്ല നിഷേധിക്കുന്നത്, മനുഷ്യന്റെ യുക്തിബോധത്തെ തന്നെ തള്ളിക്കളയുകയും വലിച്ചെറിയുകയും ഒക്കെയാണ് ചെയ്യുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് നമ്മൾ പഠന വിധേയമാക്കിയിട്ടുള്ളത് സൂറത്തുൽ മുഅ്മിനൂനിലെ 81 മുതൽ 83 വരെയുള്ള ആയത്തുകളാണ്. ഇന്നലെ നമ്മളുടെ ഒരു സുഹൃത്ത് BVA ഷുക്കൂർ, BV അബ്ദുൽ ഷുക്കൂർ എന്നായിരിക്കണം അദ്ദേഹത്തിന്റെ പൂർണ്ണമായ രൂപം. അദ്ദേഹം നമ്മളോട് വിടവാങ്ങുകയുണ്ടായി. ഇസ്ലാമിക പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. യൗവനകാലം തൊട്ടേ എനിക്ക് അദ്ദേഹത്തെ കാണാനും പരിചയപ്പെടാനും സംസാരിക്കാനും ഒക്കെ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. വളരെ അടുത്ത ബന്ധങ്ങൾ ഒരുപാട് കാലമായിട്ട് ഇല്ലായിരുന്നുവെങ്കിലും തുടരെ വിശുദ്ധ ഖുർആനുമായുള്ള സമ്പർക്കം നിലനിർത്തി പോന്ന, വിശുദ്ധ ഖുർആന്റെ വൈജ്ഞാനിക മേഖലക്ക് ശ്രദ്ധേയമായ സംഭാവന നൽകിയ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു പ്രസിദ്ധീകരണത്തിന്റെ ഒരു ദ്വൈവാരികയുടെ എഡിറ്ററായിട്ട് പ്രവർത്തിച്ചിരുന്നു. വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്നു. സമീപകാലത്ത് അദ്ദേഹം മുൻകൈയെടുത്തുകൊണ്ട് അബ്ദുള്ള യൂസുഫ് അലിയുടെ അറിയപ്പെടുന്ന വിശ്വപ്രസിദ്ധമായ ഒരു ട്രാൻസ്ലേഷൻ ഉണ്ട് ഖുർആന്റെ ഇംഗ്ലീഷിലേക്കുള്ള, ദ ഹോളി ഖുർആൻ എന്ന പേരിൽ. അതിന്റെ വിവർത്തനം നിർവഹിക്കുന്ന പ്രക്രിയയിലായിരുന്നു. 5 വാള്യങ്ങളുള്ള ട്രാൻസ്ലേഷനായിട്ട് അതിനെ പ്രസിദ്ധീകരിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് അത് എത്രത്തോളം മുഴുമിപ്പിച്ചു എന്നറിയില്ല. ഒരു വാള്യമാണ് അതിൽ അദ്ദേഹം ജീവിച്ചിരിപ്പുള്ളപ്പോ കഴിഞ്ഞ കുറഞ്ഞ മാസങ്ങൾക്കുള്ളിലാണെന്ന് തോന്നുന്നു അത് പ്രസിദ്ധീകരിക്കപ്പെടുകയുണ്ടായിട്ടുള്ളത്. എന്തായാലും അള്ളാഹുവിന്റെ മാർഗത്തില് നിരന്തരം പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന വളരെ ഉത്കൃഷ്ടനായ ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നതാണ് അദ്ദേഹത്തെ കുറിച്ചുള്ള എൻ്റെ അറിവും ധാരണയും ഒക്കെ. അള്ളാഹു അദ്ദേഹത്തിന്റെ വീഴ്ചകളും പോരായ്മകളും ഒക്കെ വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കുകയും ഏറ്റവും ഉന്നതമായ പദവി നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സ്വർഗത്തിൽ സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. നമ്മളെയും അത്തരം സൗഭാഗ്യങ്ങൾ ഏറ്റുവാങ്ങുന്നവരായി അള്ളാഹു അനുഗ്രഹിച്ച് സ്വീകരിക്കുമാറാവട്ടെ. വാഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.